രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശില്പികളുടെ കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കി പാലക്കാട് കഞ്ചിക്കോട് പ്രതിമ നിർമ്മാണ ക്യാമ്പ്. അഹല്യ ഹെറിറ്റേജ് വില്ലേജിലെ ദ ലെഗസി ഗ്രോവ് സിമന്റ് ബസ്റ്റ് പാർക്കിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായായിരുന്നു ഈ ക്യാമ്പ്. തിരുവള്ളുവർ, പഴശ്ശിരാജ, എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ വിവിധ മേഖലകളിൽ പ്രശസ്തരായവരുടെ 16 ശില്പങ്ങളാണ് 10 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. പിന്നെ കോംപ്രിഹെൻസീവായിട്ട് ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ പല ഏരിയാസിലുള്ള അത് കിട്ടും. കണ്ടന്റ് നമ്മൾ കൊടുക്കും. സബ്ജക്റ്റുകൾ ഇത്തവണ 2 സബ്ജക്റ്റാണ്, ഓരോരുത്തർ 2 വീതം ചെയ്യണം. 8 ശില്പികൾ 10 ദിവസമെടുത്താണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇന്ന് 10ാം ദിവസമാണ്. ഇത് ഇപ്പം ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി കുറച്ച് ഫൈനൽ ടച്ചിങ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. 16 സ്കൾപ്ചർ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായി മുമ്പ് നടന്ന ക്യാമ്പുകളിൽ 38 വ്യക്തികളുടെ സിമന്റ് ബസ്സുകൾ തയ്യാറാക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. കേരളത്തിന്റെ ഒരറ്റത്തുള്ള കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്തു നിന്നും ആകാശം നോക്കി പറന്നുയർന്ന സ്വപ്നങ്ങൾ. ടെക്നോളജി വിരൽത്തുമ്പിലായപ്പോൾ ഓരോ കോണിലും മിഴി തുറന്ന വാർത്തയുടെ മികവ്. വാർത്തയുടെ വേഗം പകർത്തിക്കാട്ടിയ രാപ്പകലുകൾ. വാർത്ത എവിടെ നിന്നും എപ്പോഴും വേഗത്തിലെത്തിച്ച സാങ്കേതികത. സാങ്കേതികതയെ മറികടന്നെത്തിച്ച നേർക്കാഴ്ചകൾ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് എസ് ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ദീർഘദർശികളായ വിജ്ഞാനികൾ വഴിവെട്ടിയ പാതകൾ പുതുതലമുറയ്ക്ക് പകർന്നുകൊടുത്ത അറിവ്. ബഹിരാകാശ സ്വപ്നങ്ങൾ ചിറകടിച്ച ഭാരതത്തിന്റെ ആദ്യ റോക്കറ്റിന് 60ന്റെ നിറവ്. ആ സാങ്കേതികതയ്ക്കൊപ്പം പ്രേക്ഷക ഹൃദയങ്ങളെ കയ്യിലൊതുക്കിയ വാർത്താ സംപ്രേക്ഷണത്തിന് 30ന്റെ എളിമ.